രൂപത കാലത്തിന് മുൻപേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല. നിങ്ങളുടെ മീഡിയ പ്രസൻറ്റേഷനൊക്കെ ഭയങ്കര സൂപ്പറാണ്. നിങ്ങളുടെ മീഡിയ എനിക്ക് തോന്നുന്നു കേരളത്തിൽ 32 രൂപതകളുണ്ട്. ആ 32 രൂപതയിൽ നിന്ന് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏത് പരിപാടിക്കും ഒരു സിഗ്നേച്ചർ നിങ്ങളുടെ മീഡിയ പൊതുസമൂഹത്തിൽ കൊടുക്കുന്നുണ്ട്. ഇടുക്കി രൂപതയുടെ മീഡിയ അത് ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. കാരണം നവമാധ്യമങ്ങളാണ് ഇനിയും ഈ ലോകത്തെ നിയന്ത്രിക്കാനായിട്ട് പോകുന്നത്. വന്യജീവി ആക്രമണത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ചും പ്രതിഷേധ യോഗവും നടത്തി. വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ ഇടുക്കി രൂപത സംഘടിപ്പിക്കുന്ന ബഹുജന റാലി. നിഷ്ക്രിയമായ ഭരണകൂടമാണ് നാട്ടിലെന്നത് വന്യമൃഗ ആക്രമണത്തെക്കാൾ ഭീതിജനകമാണെന്ന് ഇടുക്കി രൂപത. സർക്കാരിനെതിരെ ഇടുക്കി രൂപത. ഇടുക്കിയിലെ വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ ബഹുജന റാലി ആരംഭിച്ചു. വന്യജീവി ആക്രമണത്തിനെതിരെ ഇടുക്കിയിൽ രൂപതയുടെ പ്രതിഷേധം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പൂപ്പാറയിൽ ബഹുജന റാലി നടത്തി. വന്യജീവി ആക്രമണത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ ബഹുജന മാർച്ചും പ്രതിഷേധ യോഗവും നടത്തി. ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ അധിവസിക്കുന്ന എല്ലാ ജനങ്ങളും, കർഷകർ മാത്രമല്ല, ഈ തോട്ടം തൊഴിലാളികളെല്ലാം വളരെ ഭയത്തിലാണ്. വന്യമേഖല ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ പ്രതിഷേധ ബഹുജന റാലി സംഘടിപ്പിച്ചു. അങ്ങനെ വന്യമൃഗങ്ങളുടെ പക്ഷം ചേരുകയും കപട പരിസ്ഥിതിവാദം പ്രകടിപ്പിക്കുകയും മനുഷ്യത്വത്തിന് വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന നേതൃത്വവും ഭരണകൂടവുമുള്ള ഗതികെട്ട നാടായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു എന്നുള്ളത് അത്യന്തം ഖേദകരമായ വസ്തുതയാണ്. ഈ റാലി വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം നടത്തിയില്ലെങ്കിൽ ശക്തമായ സമരം തുടരുമെന്ന് ഇടുക്കി രൂപത നേരത്തെ അറിയിച്ചതാണ്. ഇതിന്റെ ഭാഗമായി അടിമാലിയിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധ പ്രകടനവും അതുപോലെ തന്നെ നിരാഹാര സമരവും അടക്കം സൂചനയായി നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ രൂപത ഒരു ബഹുജന മാർച്ചുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. എസ്റ്റേറ്റ് പൂപ്പാറയിൽ നിന്നും പൂപ്പാറയിലേക്കാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ ഇടവകളിൽ നിന്നായി ആയിരക്കണക്കിന് വിശ്വാസികൾ ഈ മാർച്ചിന്റെ ഭാഗമാകുന്നുണ്ട്. കേരളത്തിലെ എല്ലാ രൂപതകൾക്കും മാതൃക ആവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ആ മീഡിയ. ഇനിയുള്ള കാലഘട്ടം മീഡിയയിലൂടെയാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ആ സാധ്യതയും ഇടുക്കി രൂപത അങ്ങേയറ്റം പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്.